ഇതേപ്പറ്റി രണ്ടു വാക്ക്. ഇത് നല്ലൊരു ഇതായിരുന്നു. നല്ല എന്തായിരുന്നു? സർപ്രൈസ് ആയ അമ്മ സർപ്രൈസ് ആയോ? ഞങ്ങളെല്ലാരും സർപ്രൈസ് ആയി. ഞങ്ങൾ അടിപൊളിയായിട്ട് സർപ്രൈസ് ആയി. നമുക്കപ്പോൾ ഇത് സെറ്റ് ചെയ്യാം. സർപ്രൈസ് ആവുമെന്ന് അറിയില്ല. നമ്മൾ ചെറിയൊരു കേക്ക് സർപ്രൈസ് എന്തായാലും എക്സ്പെക്റ്റഡ് ആയിരിക്കും. നമ്മളിപ്പോൾ മൂന്നാറിൽ വട്ടവട വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കുമായിരിക്കും. എന്നാലും കുഞ്ഞൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്. ഇവിടെ കേക്കിന് 250 രൂപ ഉള്ളൂ കേട്ടോ, ഹാഫ് kg. അപ്പോൾ ഞങ്ങൾ പിരിയൊക്കെ ഫിക്സ് ചെയ്തു. ഇനി ഞാൻ പതുക്കെ എടുക്കട്ടെ. കുറച്ച് നേരം വെളിയിൽ ഇരുന്നിട്ടേ, ഇവിടെ ഫ്രിഡ്ജില്ല, അതുകൊണ്ട് കുറച്ച് നേരം വെളിയിൽ ഇരുന്നുകൊണ്ട് ഒരു ഇത്തിരി അലറ്റി പോയിട്ടുണ്ട്. അത് പിടിച്ച് അത് മാറ്റി നമുക്കിവിടെ വെക്കാം. പിരി ഞാൻ ഒരെണ്ണം കുത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അകത്ത് ഒരുങ്ങാൻ പറയാൻ പോയിരിക്കുക. മറ്റേ ഒരു എന്തോ ഒന്ന് റെഡി ആവണമെന്നൊക്കെ പറഞ്ഞു, ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ഫോട്ടോ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇട്ടേക്ക. അല്ലേ മീനാക്ഷി വിളിച്ചിട്ട് വന്നു നൈസിന് എന്തെങ്കിലും പറഞ്ഞു. എവിടെ ക്യാമറമാൻ ഇഷ്ടം ഫോട്ടോ എടുക്കാൻ റെഡി ആവാൻ പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഈ സമയമില്ലാതെ കേക്കൊക്കെ ഞങ്ങൾ കുറെ നേരമായിട്ട് തിരി കത്തിച്ച് വെച്ച് തീരാറായി. ഊതിയണക്കി ഊതിയണക്കി. Happy birthday to you. Happy birthday to you. Happy birthday dear you. ഹാപ്പി. സ്പഞ്ച് കേക്കിന്റെ ഇവിടെ വില കുറവാ. മറ്റേ ഇത് 250. തണുപ്പില്ലാത്തോണ്ടാണ്. ഇതേപ്പറ്റി രണ്ടു വാക്ക്. ഇത് നല്ലൊരു ഇതായിരുന്നു. നല്ല എന്തായിരുന്നു? സർപ്രൈസ് ആയ അമ്മ സർപ്രൈസ് ആയോ? ഞങ്ങളെല്ലാരും സർപ്രൈസ് ആയി. ഞങ്ങൾ അടിപൊളിയായിട്ട് സർപ്രൈസ് ആയി. എന്താണ് ഗസ് ചെയ്യൂ, ഗസ് ചെയ്യൂ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ. ഗസ്. എന്താ? അപ്പൊ ഇതുവരെ സർപ്രൈസ് ആയില്ലേ? എന്തായിരിക്കും നോക്ക്. പൊട്ടിക്ക് അൺബോക്സിംഗ് പൊട്ടിച്ച് നോക്ക്. അപ്പോഴല്ലേ നമുക്ക് സർപ്രൈസ് ആവുള്ളൂ. ഈ ഇമാജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ മറ്റേ ആപ്പിളിന്റെ ആണോ? ആപ്പിളാണ്. ആപ്പിളിന്റെ കയ്യിലുണ്ടോ? എന്തോ അത് എന്താണ്? ഇതെന്താ സാധനം? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോ എങ്ങനെ വിചാരിച്ചിരുന്നു. എപ്പോഴോ എന്നോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്തോ. ഓപ്പൺ ചെയ്യുന്നില്ലേ? വീട്ടിൽ വെച്ച് അവിടെ വെച്ച് വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്ന് ഇപ്പൊ എക്സിക്യൂട്ടീവ് ഞങ്ങളുടെ പ്ലാനിങ് ഭയങ്കര എക്സിക്യൂട്ടീവ് പ്ലാനിങ് ആണ്. വലിച്ചേക്കറ്. അല്ല ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ മതി. ഇങ്ങനെ വലിക്ക്, രണ്ട് സൈഡും വലിക്ക്. ബോക്സിൽ നിന്ന് വീണ് പോരുത്. അൺബോക്സിങ് ആകിട്ടോ, അവിടെ ഇട്ടോ, നമുക്ക് വരാലോ. അൺബോക്സിംഗ് തന്നെ സാധനം പോയ അത് കുഴപ്പമില്ല. സോ എക്സൈറ്റഡ്. തുറ ഒന്നുമില്ല, ചുമ്മാ ടപ്പ് 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 എന്ന് പറഞ്ഞാൽ തുറന്നാ മതി അങ്ങ് മേളിലേക്ക്. എപ്പടി വെൽക്കം. അതാരട്ടോ അത് എന്തിനാന്ന് കൂടെ പറഞ്ഞു. മറ്റേ എഡിറ്റ് ചെയ്യുമ്പോൾ വെളിയിൽ നിന്ന് സൗണ്ട് ഒന്നും കേൾക്കാതിരിക്കാനാ, പാട്ടൊന്നും കേൾക്കാനാ. എഡിറ്റ് ചെയ്യുമ്പോ റിസർച്ച് ചെയ്യുമ്പോ
എന്റെ ഉണ്ടായിരുന്ന എയർപോർട്ട് പോയി ചീത്തായി. ജസ്റ്റ് തുറക്കുക. കവർ ഉണ്ടല്ലേ? ആ കവറിലിട്ട് വെക്കണം. അത് അതിൻ്റെ കേസാണ്. ചാർജ് ആവില്ല, പക്ഷേ അതിലിട്ടാ അല്ല ആ വെള്ള സാധനം കളയണം. ആ വെള്ള സാധനം മാറ്റണം. അതാ അവൻ്റെ കവറാ. മുട്ടത്തൊണ്ട് പോലെ ഉണ്ടല്ലേ? അതായത് പാട്ട് കേട്ട് വെക്കണം. ഭയങ്കര എഫക്റ്റാ. ഭയങ്കര എഫക്റ്റാണ് അത്. താങ്ക് യു. വെൽക്കം. എടാ ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞപ്പോ ഇത് അടഞ്ഞ്. ആണോ? അത് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. വെളിയിലത്തെ സൗണ്ട് ഓട്ടോ ഡിറ്റക്ട് ചെയ്യും. ഇതുമായിട്ട് കണക്ട് ചെയ്യും. ഐഫോണോട്ട് കണക്ട് ചെയ്യുന്നു. ഫോണായിട്ട് കണക്ട് ചെയ്യാൻ വെച്ചായിട്ട്